ഇന്നത്തെ കാലത്തെ പനികളിൽ നമുക്ക് എത്രത്തോളം വാക്സിൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റും? വാക്സിന് നമ്മൾ ഈ പറയുന്ന കോവിഡിൻ്റെ വാക്സിൻ ഓൾറെഡി എല്ലാവരും എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ശാസ്ത്രജ്ഞന്മാർ പുതിയ ജനിതക മാറ്റം വന്ന കോവിഡൊക്കെ വന്നു കഴിഞ്ഞാലാണ് അതിനുവേണ്ടി വേറെ വാക്സിൻ ഉണ്ടാകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കിപ്പം അധികം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്ക് സ്ഥിരമുള്ള വില്ലന്മാരുണ്ട്, ഈ ഇൻഫ്ലുവൻസ പോലെയുള്ളത്. അത് എല്ലാ കൊല്ലവും ഓരോ സ്ട്രെയിൻ മാറി മാറി വരും എന്നുള്ളത് പണ്ട് പോലെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരു 60 വയസ്സിന് മുകളിലുള്ളവരോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരോ, നേരത്തെ ഞാൻ പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് അറിയാവുന്നവരോ, ക്യാൻസർ ബാധിച്ചിട്ടുണ്ടായിരിക്കുന്നവരോ ഒക്കെ ഈ ഇൻഫ്ലുവൻസ വാക്സിൻ ഇയർലി എടുക്കുന്നത് എപ്പോഴും വീണ്ടും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും അതിൻ്റെ തീവ്രത കുറയ്ക്കുകയും ചെയ്യാൻ വളരെ ഉപകാരപ്രദമാണ്. അതാണ് മെയിനായിട്ട് എടുക്കാവുന്നത്. പിന്നെ ന്യൂമോണിയ വാക്സിൻ, ന്യൂമോണിയ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂമോകോക്കൽ വാക്സിൻ ഉണ്ട്. അത് ഇതുപോലെ സീനിയേഴ്സായിട്ടുള്ളവർക്കും ഇങ്ങനത്തെ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർക്കും എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഴുക്ക് വെള്ളം കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖം, പകരുന്ന ഒരു ഹെപ്പറ്റൈറ്റിസ്. ഇതിനെതിരെയും വാക്സിനുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ എടുത്താലും ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കാവുന്നതാണ്. പിന്നെ നമ്മളധികം ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ് ടൈഫോയിഡിൻ്റെ കാര്യം. അപ്പം ടൈഫോയിഡ് നമ്മൾ യൂഷ്വലി മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വെള്ളം മഴക്കാലത്ത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ വേനൽക്കാലത്ത് പോലും ഉണ്ടാകാവുന്നതാണ്. ശുദ്ധമായ വെള്ളം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ എപ്പോഴാണോ സീവേജുമായിട്ട് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത്, അങ്ങനെയുള്ള അവസരത്തിലാണ് കണ്ടാമിനേറ്റഡ് വെള്ളം വഴി ടൈഫോയിഡ് പോലത്തെ അസുഖങ്ങൾ പിടിക്കുന്നത്. അപ്പോൾ അതിന് വാക്സിനേഷൻ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാം, നമ്മൾ പ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിനേക്കാളും കൂടുതൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിക്കുകയും, അങ്ങനെ നല്ല സോഴ്സിൽ നിന്നാണ് വെള്ളം എടുത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാനും പാടുള്ളൂ.